നാം മനുഷ്യജീവിതത്തിൽ പല കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ്. വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയതനുസരിച്ചാണെങ്കിൽ നല്ല കാലം, സുഖകാലം, ദുഃഖകാലം, കഷ്ടകാലം, ആശ്വാസകാലം, ശുഭകാലങ്ങൾ, അങ്ങനെ പല കാലങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഏറ്റവും പരമപ്രധാനമായൊരു കാലം അന്ത്യകാലം എന്ന് വേദപുസ്തകം അതിനെ പരിചയപ്പെടുത്തുന്നു. നാം ഇന്നായിരിക്കുന്ന സാഹചര്യങ്ങൾ, യുദ്ധങ്ങൾ, യുദ്ധശ്രുതികളെല്ലാം നാം ആയിരിക്കുന്ന അന്ത്യകാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളായി, ഉറപ്പിക്കലുകളായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം അന്ത്യകാലത്തെക്കുറിച്ച് നമുക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നാം വീണ്ടും ജനിച്ചവരാണ് എന്നൊരു ഉറപ്പ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ, കർത്താവ് യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ടത് ഏറ്റുപറയുകയും സ്നാനമേൽക്കുകയും ചെയ്തവരാണ് നാം എന്ന് വിശ്വസിക്കുന്നെങ്കിൽ, നമ്മുടെ അകത്ത് രക്ഷയുടെ ഒരു ഉറപ്പ് ദൈവം നൽകി തന്നിട്ടുണ്ടെങ്കിൽ, കാലഘട്ടം ഏതാണെങ്കിലും എത്ര പ്രതിസന്ധികളാണെങ്കിലും വേദപുസ്തകം പറയുന്നു, ഇനി നമ്മുടെ മുമ്പിൽ വെളിപ്പെടാനുള്ളത്, ഞാൻ വിശ്വസിക്കുന്നു, എതിർ ക്രിസ്തുവിനേക്കാൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടാനുള്ളത് നമ്മുടെ രക്ഷകനായ കർത്താവാണ്. നാം വിശ്വസിക്കുന്ന നമ്മുടെ പ്രാണപ്രിയന്റെ വീണ്ടും വരവ് ഏറ്റവും ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള സത്യമാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരുങ്ങിയിരിക്കുന്ന രക്ഷ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതാണ്. ഒരിക്കലും മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തതിന് വിശ്വാസത്താൽ നമുക്ക് നേടിത്തന്ന ആ ദൈവിക രക്ഷയ്ക്ക്, ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് നാം ഒരുങ്ങിയിട്ടുണ്ടോ? ആ വെളിപ്പെടുവാനുള്ള രക്ഷയിൽ കർത്താവിൻ്റെ കാഹളനാദത്തിങ്കൽ കർത്താവിനോട് ഒരുമിച്ച് വാനമേഘങ്ങളിൽ എടുക്കപ്പെടുവാൻ ഒരുങ്ങിയിട്ടുള്ളവരാണോ നാം എങ്കിൽ, നമ്മെ വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കുന്ന ഒരു കർത്താവുണ്ട്. വേദപുസ്തകം എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾ. നാം ആരാണെന്ന് നാം തിരിച്ചറിയണം. നമ്മെ സൂക്ഷിക്കാൻ പ്രാപ്തമാണെന്ന് നാം ചിന്തിക്കുന്ന പലതും, നമ്മെ കാക്കുമെന്ന് നാം ചിന്തിച്ച പലതും, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ലൈഫിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ വന്നേക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, നമ്മുടെ അകത്ത് ദൈവത്തിലുള്ള വിശ്വാസം നാം കാത്തു സൂക്ഷിക്കുന്നിടത്തോളം നമ്മുടെ പുറമേയുള്ള സാഹചര്യങ്ങളിൽ ദൈവശക്തിയിൽ നമ്മളെ കാക്കുന്ന ഒരു കർത്താവുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, നാം കടന്നുപോയ ജീവിതാനുഭവങ്ങളിലേക്കൊന്ന് ശ്രദ്ധിച്ചാൽ പലപ്പോഴും നമുക്ക് മനസ്സിലാവും, നാം നിന്നതല്ല, നമ്മെ സൂക്ഷിക്കുകയായിരുന്നു, നമ്മെ കാക്കുകയായിരുന്നു, ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മെ പൊതിയുകയായിരുന്നു. ആ ദൈവകരം നമ്മെ ആ നാൾ വരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ, തൻ്റെ മഹിമാ സന്നിധിയിൽ നമ്മെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ആ ദൈവശക്തിയിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കും. ഈ കാലത്തിലും എല്ലാ കാലത്തിലും ആ ദൈവശക്തിയിൽ നാം സൂക്ഷിക്കപ്പെടട്ടെ. വെളിപ്പെടുവാനുള്ള രക്ഷയ്ക്ക് വേണ്ടി, ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.